ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 1 മുതൽ 18 വരെ. ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ട് പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ച് പറഞ്ഞത്, ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്ത് നിന്ന് 4 കോണും കെട്ടിയിറക്കിയ വലിയ തുപ്പട്ടി പോലൊരു പാത്രം എൻ്റെ അടുക്കലോളം വന്നു. അതിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ 4 കാലികളെയും കാട്ടുമൃഗങ്ങളെയും ഇഴജാതികളെയും ആകാശത്തിലെ പറവുകളെയും കണ്ടു. പത്രോസെ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നോട് പറയുന്ന ഒരു ശബ്ദവും കേട്ടു. അതിന് ഞാൻ, ഒരിക്കലും പാടില്ല കർത്താവേ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും എൻ്റെ വായിൽ ചെന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ശബ്ദം പിന്നെയും ആകാശത്തിൽ നിന്ന്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനം എന്ന് വിചാരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. ഇത് 3 പ്രാവശ്യം ഉണ്ടായി. പിന്നെ എല്ലാം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ തന്നെ കൈസരിയിൽ നിന്നും എൻ്റെ അടുക്കൽ അയച്ചിരുന്ന 3 പുരുഷന്മാർ ഞങ്ങൾ പാർത്ത വീടിൻ്റെ മുമ്പിൽ നിന്നിരുന്നു. ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുവാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഈ 6 സഹോദരന്മാരും എന്നോടുകൂടെ പോന്നു. ഞങ്ങൾ ആ പുരുഷന്റെ വീട്ടിൽ ചെന്നു. അവൻ തൻ്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ട് എന്നും, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക, നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ആകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ? അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി. ബൈബിളിലെ മിക്ക പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നത് അവ വായിച്ച് കേൾക്കുവാൻ വേണ്ടിയാണ്. വലിയ ധനികരും അധികാരവുമുള്ള ആളുകൾ, അവർക്ക് വായിക്കാൻ കഴിയുമെങ്കിലും പലപ്പോഴും അവർ മറ്റുള്ളവരെ കൊണ്ട് കത്തുകൾ വായിച്ച് കേൾക്കുകയാണ് പതിവ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യെരമ്യാ പ്രവാചകൻ എഴുതിയ ചുരുൾ ഒരു രാജാവിനെ വായിച്ച് കേൾപ്പിക്കുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ലൂക്കോസ് തിയോഫിലോസ് എന്ന ഒരു ശ്രേഷ്ഠ വ്യക്തിക്ക് വേണ്ടി എഴുതുന്ന ഈ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന പുസ്തകവും ലൂക്കോസിന്റെ പുസ്തകവും ആരെങ്കിലും തിയോഫിലോസിനെ വായിച്ച് കേൾപ്പിക്കുവാനാണ് കൂടുതൽ സാധ്യത. ഇനി ഈ എഴുത്ത് പുതിയ നിയമത്തിന്റെ ഭാഗമായി തീർന്ന ശേഷം കൂടുതൽ ആളുകളും ഇത് വായിച്ച് കേട്ടിരിക്കുവാനാണ് സാധ്യത. അതിന് 2 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ എഴുതിയ തോൽ ചുരുളുകളുടെ ദൗർലഭ്യം. ഇന്നത്തെ പോലെ പ്രിന്റിങ്ങും പുസ്തകങ്ങളും ഒന്നും വില കുറഞ്ഞ് കിട്ടുകയില്ലല്ലോ. വളരെ ചെലവുള്ള കാര്യമാണ് തോൽ ചുരുളിൽ എഴുതുക എന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോപ്പി ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ എണ്ണം കുറവാണ്. രണ്ടാമതായി, എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത അനേകർ കാലത്തെ സഭകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവവചനം അവരെ വായിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എഴുതി വെച്ച പ്രധാന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് വേണമെങ്കിൽ വീണ്ടും അത് വായിച്ചു നോക്കാൻ സാധിക്കും. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആവർത്തിച്ച് വായിച്ച് മനസ്സിലാക്കുക എന്നതാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്നത്. എന്നാൽ വായിക്കാൻ അറിയാത്തവർ, അവർ ഒരു കാര്യം ഒരു പ്രാവശ്യം മാത്രം കേട്ടാൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനുള്ള സാധ്യത കുറവാണ്. അവർ പ്രാധാന്യമുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ ആവർത്തിച്ച് കേൾക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു സംഭവം 3 പ്രാവശ്യം ലൂക്കോസ് എഴുതിയിരിക്കുന്നു. ആദ്യം പത്രോസ് കണ്ട ദർശനം ലൂക്കോസ് 10-ാം അധ്യായത്തിൽ വിവരിച്ചു. അതിനുശേഷം 10-ാം അധ്യായത്തിൽ തന്നെ പത്രോസ് ആ ദർശനത്തെക്കുറിച്ച് കൊർന്നല്യോസിനോട് വിവരിക്കുന്നത് നാം വായിച്ചു. ഇപ്പോഴിതാ 11-ാം അധ്യായത്തിൽ
പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിലുണ്ടായ സംഭവം മുഴുവൻ യെരുശലേമിലുള്ള പരിച്ഛേദനക്കാരോട് വിവരിച്ചു പറയുന്നു. ഒരേ കാര്യം 3 പ്രാവശ്യം എഴുതുന്നത് വഴി ലൂക്കോസ് ഈ സംഭവത്തിന്റെ പ്രാധാന്യമാണ് കേൾവിക്കാരെ അറിയിക്കുന്നത്. യഹൂദന്മാരായ വിശ്വാസികളും പരിച്ഛേദന ഏൽക്കാത്ത വിശ്വാസികളും ഒരേ സഭയുടെ അംഗങ്ങളാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക സത്യമാണ്. പ്രത്യേകിച്ച് യഹൂദന്മാർ അത് അംഗീകരിച്ചേ മതിയാവും. അത് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഈ നടന്ന സംഭവങ്ങളുടെ എല്ലാം തെളിവുകൾ അതുകൊണ്ടാണ് പരിച്ഛേദനക്കാരുടെ മുമ്പിൽ പത്രോസ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം പത്രോസ് യെരുശലേമിലുള്ള യഹൂദന്മാരായ വിശ്വാസികളോട് ചോദിക്കുന്ന ചോദ്യം, അന്യജാതിക്കാർക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം കൊടുത്തു എങ്കിൽ അവരെ സഭയുടെ അംഗങ്ങളാക്കാതിരിക്കുവാൻ ആർക്ക് കഴിയും? സ്നാനം വിലക്കാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചതിന്റെ അർത്ഥം ഇതാണ്. 1-ാം വാക്യത്തിൽ ജാതികൾ ദൈവവചനം കൈക്കൊണ്ടു എന്ന വാർത്ത അപ്പോസ്തലന്മാരും യഹൂദയിലുള്ള സഹോദരന്മാരും കേട്ടു എന്ന് വായിക്കുന്നു. അതൊരു വലിയ വാർത്തയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം യഹൂദന്മാർക്ക് ജാതികൾ ദൈവവചനം വിശ്വസിക്കുക എന്നത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ജാതികൾ ദൈവവചനം വിശ്വസിച്ചിരിക്കുന്നു. ആ വാർത്ത വളരെ വിഷമത്തോടെയാണ് അവർ സ്വീകരിച്ചത്. എന്നാൽ അവരെ പ്രകോപിപ്പിച്ച വാർത്ത മറ്റൊന്നാണ്. പത്രോസ് എന്ന പരിച്ഛേദനയേറ്റ യഹൂദനായ അപ്പോസ്തലൻ ജാതികളുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷണം കഴിച്ചു. അതാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്തത്. അതിനെക്കുറിച്ചാണ് അവർ പത്രോസിനോട് വാദിച്ചത്. പത്രോസ് അവിടെ പോയി ദൈവവചനം പ്രസംഗിച്ചത് സഹിക്കാം, അവരെ സ്നാനപ്പെടുത്തിയതും വേണമെങ്കിൽ സഹിക്കാം. പക്ഷേ അഗ്രചർമ്മികളുടെ കൂടെ ഭക്ഷണം കഴിച്ചു എന്നത് അവർക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. അതാണ് അവർ പത്രോസിനോട് വാദിക്കാൻ കാരണം. അതിന് മറുപടിയായി പത്രോസ് അവിടെ ഉണ്ടായ കാര്യങ്ങൾ ആദ്യം മുതൽ ക്രമമായി വിവരിച്ചു പറഞ്ഞു. ഒരു ദർശനം 3 പ്രാവശ്യം ഉണ്ടായതും 3 പ്രാവശ്യവും ദൈവം ശുദ്ധീകരിച്ച് നീ മലിനം എന്ന് വിചാരിക്കരുത് എന്ന ശബ്ദത്തിലൂടെ പത്രോസിനോട് സംസാരിച്ചതും പത്രോസ് പറഞ്ഞു. കൂടാതെ ഒന്നും സംശയിക്കാതെ ആ ജാതികളായ ആളുകളുടെ കൂടെ പോകുവാൻ ആത്മാവ് പത്രോസിനോട് പറഞ്ഞ കാര്യവും പത്രോസ് അവരോട് പറഞ്ഞു. കൊർന്നല്യോസിന് ഉണ്ടായ ദർശനത്തെക്കുറിച്ചും പത്രോസ് വിവരിച്ചപ്പോൾ ദൂതൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. കൊർന്നല്യോസിനോട് ദൂതൻ പറഞ്ഞത്, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക, നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും. ഇതൊക്കെ കേൾക്കുന്ന യെരുശലേമിലുള്ള യഹൂദന്മാർ ചിന്തിക്കുന്നത് എന്തായിരിക്കും? നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അഗ്രചർമ്മിയായ കൊർന്നല്യോസ് എന്ന റോമൻ പട്ടാളക്കാരനും അവന്റെ കുടുംബം മുഴുവനും രക്ഷിക്കപ്പെടും പോലും. അതിനുശേഷം പത്രോസ് അവിടെ ഉണ്ടായ അത്ഭുതകരമായ കാര്യങ്ങൾ പറഞ്ഞു. അതിന് അവിടെ നിന്ന് പോയ യഹൂദന്മാരായ ആളുകൾ സാക്ഷികളുമായിരുന്നു. അവരും അവരോടൊപ്പം ഉണ്ട്. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്ന കാര്യം പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു എന്നാണ്. എന്ന് വെച്ചാൽ അവർക്കും നമുക്കും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് ദൈവം കാണിച്ചു തന്നിരിക്കുന്നു. മാത്രമല്ല ഇതൊരു പ്രവചന നിവൃത്തി കൂടിയാണ്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന കർത്താവിൻ്റെ പ്രവചനം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന യഹൂദന്മാർക്ക് മാത്രമാണെന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ പത്രോസ് പറയുന്നു, അല്ല, അത് ജാതികളായവർക്കും കൂടിയാണ്. കർത്താവിൻ്റെ അംഗീകാരവും ഈ കാര്യത്തിന് ഉണ്ട് എന്നാണ് പത്രോസ് ഇവിടെ സമർത്ഥിക്കുന്നത്. ഇത് കേട്ടിട്ട് അവർ മിണ്ടാതിരുന്നു എന്ന് നാം കാണുന്നു. അവർ ചിന്തിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ. അങ്ങനെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. പുതിയ നിയമസഭയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിത്. ജാതികളും യഹൂദന്മാരും ക്രിസ്തുവിൽ ഒന്നാണ് എന്ന മർമ്മം യഹൂദന്മാർക്ക് മനസ്സിലാക്കി കൊടുത്ത സംഭവം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.